നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വീട്ടിലെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. എല്ലാവരും തന്നെ മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോട് കാണുക. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വർക്ക്ഷോപ്പിൽ വെച്ച് ബാക്കിയാണ്. വർക്ക്ഷോപ്പിലേക്ക് പോകല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം റിമോട്ട് കൺട്രോൾ നമ്മളെല്ലാവരും വീട്ടിൽ എന്നും തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വെക്കാത്തൊരു സാധനമാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ഈ റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ഇതിലെ ബാറ്ററി നിങ്ങൾ ചേഞ്ച് ചെയ്യും. ബാറ്ററി ചേഞ്ച് ചെയ്തു. ഓക്കെ, ബാറ്ററി ചേഞ്ച് ചെയ്തതിന് ശേഷവും ഇത് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ DVD ഇതുമായിട്ട് ഇത് കണക്റ്റ് ആകുന്നില്ല, ഇതിൻ്റെ സ്വിച്ച് ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിപ്പോൾ ടി വിൻ്റെ ആ ഡിവൈസിൻ്റെ കംപ്ലൈൻ്റ് ആണോ റിമോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് നിങ്ങളെങ്ങനെ കണ്ടെത്തും? റിമോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയാൻ, റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു പോംവഴിയാണ് ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത്. അത് തന്നെ നമ്മുടെ ഒരു ക്യാമറയുള്ള മൊബൈൽ എടുക്കുക. അതിലെ ക്യാമറ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യും. ഇതിൻ്റെ ക്യാമറ ആദ്യം ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ റിമോട്ട് അതിൻ്റെ പുറകിൽ വെച്ചിട്ട് ഓരോ സ്വിച്ചായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതേപോലെ കാണാം. കാണിച്ചത് ഓരോ സ്വിച്ചുകൾ നിൽക്കുമ്പോൾ ഇതേപോലെ ലൈറ്റ് ഫങ്ഷൻ ആകുന്ന കാണാം. ഈ രീതിയിൽ ഈ കാണുന്ന പോലെ രീതിയിൽ നിങ്ങളുടെ ക്യാമറയിൽ സ്വിച്ച് ഫങ്ഷൻ ആകുന്നുണ്ടെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും റിമോട്ട് നമ്മളിങ്ങനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ കത്തി തന്നെ നിൽക്കും. അതായത് ഈ ബ്ലിങ്കിങ് ഉണ്ടാവില്ല, കത്തി തന്നെ നിൽക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റിമോട്ടിൻ്റെ ഏതെങ്കിലും ഭാഗം ഇതിൽ ഷോർട്ടായിരിക്കും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഫങ്ഷൻ ആണെങ്കിൽ അതേപോലെ ബ്ലിങ്ക് ചെയ്ത് കേട്ടോ. ഇങ്ങനെയാണ് റിമോട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതൊരു ടിപ്പാണ്, ഫസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഇട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാൻ. ഇത് നമ്മളിതാ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും അഴിച്ചു കഴിഞ്ഞാൽ. ഇതിൽ ചില സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും, ചില സ്വിച്ചായിരിക്കും ഫങ്ഷൻ ആകാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കംപ്ലൈൻറ്റിലും നമ്മൾ ഓരോ സ്വിച്ച് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഭാഗം നമ്മൾ പെട്രോളോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള എന്തെങ്കിലും ലോഷനോ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മാറി കിട്ടും. അല്ലെങ്കിൽ മാത്രം നമുക്ക് റിമോട്ട് മാറ്റിയാൽ മതി. ഈ രണ്ട് പ്രോബ്ലംസ് ഇതിൽ മാറിക്കിട്ടും. ഇത് ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. റിമോട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ്. എല്ലാ പ്രൊഫഷണൽസും ഇതേപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ നമുക്ക് അടുത്ത ടിപ്സ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ടെസ്റ്റർ ഉപയോഗിക്കുന്നവരാണ്. ടെസ്റ്റർ നമ്മൾ എന്തിനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്? ടെസ്റ്റർ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കറണ്ട് അല്ലെങ്കിൽ പ്ലഗിൽ കറണ്ട് ഉണ്ടോയെന്നും, അതേപോലെ എവിടെയെങ്കിലും ലീക്കായത് കറണ്ട് അതിൽ പ്രയോഗിക്കുന്നുണ്ടോയെന്നും നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ നിയോൺ ലാമ്പ് കത്തിയതായിട്ട് കാണാം. അതാണ് ലൈൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ടെസ്റ്റർ യൂസ് ചെയ്യാറുള്ളത്. ഇതേ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത, അതായത് മിക്സിയുടെയും ആംഗിൾ കട്ടറിൻ്റെയൊക്കെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അതിൽ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ കോഡ് വയർ കട്ടുണ്ടോ, അല്ലെങ്കിൽ കോഡ് വയർ കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഫങ്ഷൻ ആണോ, അല്ലെങ്കിൽ സ്വിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ബ്രേക്കർ, മിക്സിയിലാണെങ്കിൽ ബ്രേക്കർ, അത് ബ്രേക്കർ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് എന്നിവ ഏതെങ്കിലും കട്ടോ ഷോട്ടോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എപ്പോഴും അതേപോലെ ഒരു മൾട്ടിമീറ്ററോ അതുപോലെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റിംഗ് ലാമ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഈ ടെസ്റ്റർ നമ്മുടെ ടെസ്റ്റിംഗ് ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫായ ഒരു മെത്തേഡാണ്. മിക്സിയുടെയും അതേപോലെ അങ്കിൾ കട്ടറിൻ്റെയും വീഡിയോകൾ ഞാൻ കാർഡിൽ കൊടുക്കുന്നുണ്ട്, ഐ കാർഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കാണാത്തവർ തീർച്ചയായും അത് പോയി കാണുക. അതിൽ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കോഡ് ഡയറക്റ്റ് AC കണക്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ AC അതിലേക്ക് വന്നിരിക്കാനും അപകടം പറ്റാനുമുള്ള ഒരു സാധ്യതകൾ ഒരു കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. അതിനാണ് നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഡ് വയറിൻ്റെ അതിലേക്ക് വരാൻ ഈ ഫ്യൂസ് ഇതിലിപ്പോൾ എന്തൊക്കെ നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഫ്യൂസ് ഇതാ ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഈ ലൈറ്റ്നിങ് ഇടിമിന്നലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനമാണ് ഇതേപോലുള്ള ഫ്യൂസുകൾ. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പുറകിൽ, അതേപോലെ ചില സ്റ്റെബിലൈസറുകളുടെ പുറകിൽ CD പ്ലെയർ അതുപോലുള്ള ഉപകരണങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതേപോലെ ഒരു ഫ്യൂസ് ഉണ്ടാവും. ഒരു ക്യാപ്പോട് കൂടിയിട്ടുള്ള, അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലുള്ള ഒരു ഫ്യൂസ് ഉണ്ടാവും. ഈ ഫ്യൂസ് ലൈറ്റ്നിങ്ങും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഫ്യൂസ് അടിച്ചു പോകും. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ചിലതിൽ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നേരെ മറിച്ച് നോക്കിയാൽ മനസ്സിലാകാത്ത ഫ്യൂസുകളുണ്ട്. ആ ഫ്യൂസുകൾ നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാം. ഈ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് ഇത് പ്ലഗിൽ ഞാൻ ടെസ്റ്റർ വെച്ചേക്കുന്നതാണ്. പ്ലഗിൽ കത്തുന്ന സ്ഥലത്ത്, അതായത് ഫേസിൽ വെച്ചേക്കാണ്, അവിടെ നമ്മൾ വെച്ച് നോക്കുന്നു, ഫ്യൂസ് വെച്ച് നോക്കുന്നു, ഇത് കത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫ്യൂസ് പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതേ ഇതിൽ പെടുന്ന ഫ്യൂസാണ്, ഇതൊരു 3 പിന്നിൻ്റെ ഇതിൽ വരുന്നതാണ്. ഇങ്ങനെ ഒരു ഫ്യൂസ്. അപ്പോൾ ഈ ഫ്യൂസ് നമുക്ക് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതൊരു 5 ആംപിയറിൻ്റെ ഫ്യൂസാണ്. ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ അതായത് ഈ ഫ്യൂസ് നല്ലതാണെന്നാണ് അർത്ഥം. അതായത് ഇതിലെ വന്ന വോൾട്ട് റെസിസ്റ്റർ വെച്ച് ചെറുതായതിനു ശേഷം നിയോൺ ലാമ്പിൽ കൂടെ കിടന്ന് ഇവിടെ വന്ന് ചെറിയ വോൾട്ടായിരിക്കും, അത് വന്ന് ഈ ഫ്യൂസ് വഴി കയറി ഇറങ്ങി എൻ്റെ കൈ വഴി നമ്മുടെ ശരീരം വഴി എത്താവുന്നതിലൂടെയാണ് ഈ നിയോൺ ലാമ്പ് തെളിയുന്നത്. അപ്പോൾ ഇത് നല്ലതാണെന്നാണ് അർത്ഥം. നമുക്ക് ഇതേപോലെ ഫ്യൂസുകൾ ഇതുപോലുള്ള സ്റ്റെബിലൈസറുകളിലും ഇൻവെർട്ടറുകളിലെല്ലാം ഇതേപോലെ ഈ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. AC ഫ്യൂസ് 230 വോൾട്ട് 2 ആംപിയർ, ഇതേപോലെ ഫ്യൂസുകളുണ്ടാവും. ഇതാണ് ഈ ഫ്യൂസുകളാണ് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടെസ്റ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് നല്ലതാണെന്നാണ് അർത്ഥം. ഓക്കെ, ഫ്യൂസ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഡ് വയർ പോലുള്ള കോഡ് വയർ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, ഇതേപോലത്തെ മിക്സി സാധനങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്ററിൽ ഇതേപോലെ ഒരു വയർ കണക്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിന് നീട്ടം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഇതേപോലെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഇത് ചെക്ക് ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്ത് നമ്മൾ പിന്നിലേക്ക് ഫേസിൽ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് കത്തുന്നത് കാണാമല്ലോ. കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ വയർ കണക്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്യും, ഈ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴും ടെസ്റ്റ് കത്തുന്നുണ്ട്. നമുക്ക് ഇതിലാദ്യം കോഡ് വയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. കോഡ് വയറിൻ്റെ കാണിച്ചു തരാം. നമ്മുടെ കോഡ് വയർ
കോഡ് വയർ ടെസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫേസ്, ഇത് ചുവന്ന ഫേസിൽ നമ്മൾ ടച്ച് ചെയ്യിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പിന്നിൻ്റെ അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ പിരിച്ചു കൊടുക്കാം. നമ്മുടെ കൈ ടച്ച് ആകരുത്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അതിലൂടെ സർക്യൂട്ട് പൂർത്തിയായിട്ട് ടെസ്റ്റ് പ്രകാശിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഓക്കെ, ഫേസ് ഇവിടം വരെ എത്തുന്നുണ്ട്, ടെസ്റ്റ് എത്തുന്നുണ്ട്. കണ്ടോ, ഇത് നേരെ മറിച്ച് ഇതിലില്ല, ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് അത് നേരെ ആ ഭാഗം ന്യൂട്രൽ വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ന്യൂട്രൽ ഭാഗത്ത് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം ന്യൂട്രൽ ടച്ച് ചെയ്ത് നോക്കാം. അതേപോലെ ഈ എർത്ത് ഉണ്ടാവും, 3 ഡീപിൻ സോക്കറ്റിലാണെങ്കിൽ ഒരു എർത്തും കൂടി ഉണ്ടാവും. എർത്തിൽ നമുക്ക് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് വന്ന് നമ്മൾ സോക്കറ്റിൽ നിന്ന് നേരെ വന്ന് പോസിറ്റീവ് നെഗറ്റീവും കോഡിലെത്തുന്നുണ്ടെന്ന് ഉറപ്പ്, അതായത് മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അടുത്ത ചെക്ക് ചെയ്യുന്നത് നമ്മൾ റോട്ടറി സ്വിച്ചാണ്. റോട്ടറി സ്വിച്ചിൽ നമ്മൾ ഒരു കണക്ഷൻ പോയിട്ടുണ്ടാവും. ഇതേപോലെ ഒരു പിന്നിൻ്റെ അറ്റത്ത് നമ്മൾ കൊടുക്കുക, റോട്ടറി സ്വിച്ചിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ എത്തുന്നുണ്ടെന്ന് മനസ്സിലാവും. അതിന് ശേഷം ബ്രേക്കർ ആയിരിക്കും. ബ്രേക്കറിൻ്റെ ഔട്ട് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ബ്രേക്കറിൻ്റെ ഔട്ട് നമുക്ക് ഓരോ സ്വിച്ചിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് നേരെ പോയിട്ട് ഫീൽഡിലേക്കായിരിക്കും പോയിരിക്കുന്നത്. ഫീൽഡിൽ പോയിട്ട് അതിന് നേരെ ബ്രഷിൻ്റെ അടുത്തേക്ക് ഔട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് മിക്സി ചെക്ക് ചെയ്യാം. അതുപോലെ 1-2 എക്യുപ്മെൻറ്റ്സും കൂടെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു കപ്പാസിറ്ററാണ്. ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യമല്ല. ചെക്ക് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാമെന്ന് മാത്രം. ഇതൊരറ്റത്ത് നമ്മൾ കൊടുക്കുന്നു, ഇങ്ങേ അറ്റത്ത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്നു. ഇതിൽ കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതിലൂടെ പാസ്സാകുന്ന ഇത് കട്ടൊന്നുമില്ല എന്നാണ് അർത്ഥം. അതേപോലെ ചെറിയ കപ്പാസിറ്റർ അത് കാണാം. ഓക്കെ, ഇത് ഓക്കെയാണ്. അതുപോലെ ഇതൊരു കപ്പാസിറ്റർ തന്നെയാണ്, ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്കൊരു DC മോട്ടർ, ഇത് കുട്ടികൾക്ക് കളിക്കുന്ന DC മോട്ടർ നമ്മൾ വീഡിയോയിൽ ചെയ്തതാണ്. ഈ മോട്ടർ ഫങ്ഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഷോർട്ടാണെങ്കിലും അങ്ങനെ അർത്ഥം, പക്ഷേ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. ഓക്കെ, റെസിസ്റ്റർ കൊടുക്കണമെങ്കിൽ ഓക്കെ, അത് റെസിസ്റ്ററും ഓക്കെയാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. അതേപോലെ ഒരു LED ചെറിയ 12 വോൾട്ട് LED ആണ് നോക്കിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് കത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വർക്കിംഗ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രശ്നം കത്തുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ഇതിലും കണ്ടിന്യൂറ്റി നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ LED ബൾബ്, ചെറിയ LED ഇങ്ങനെ ടച്ച്, നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ടച്ച് ചെയ്ത പോലെ കയ്യിൽ ടച്ച് ചെയ്യരുത്. ഒരു ഭാഗം ഇതിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട്. അപകട സാധ്യതകൾ ഒട്ടും ഇല്ലാത്തതാണ് ഈ ടെസ്റ്റിംഗ് രീതി. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ എല്ലാം തന്നെ ചെക്ക് ചെയ്യാം, എല്ലാം കാണിക്കുന്നില്ല. അതേപോലെ ബൾബാണെങ്കിൽ ബൾബിൻ്റെ 2 അടിയിൽ വരുന്ന ഇതാ, ഇതിന് നമുക്ക് ബൾബ് ഫ്യൂസ് ആയതാണെന്ന് അറിയണമെങ്കിൽ ഇതിനെ ടച്ച് ചെയ്തതിന് ശേഷം ഇതാ ബൾബ് ഫങ്ഷൻ ആണെന്നുള്ള മനസ്സിലായി. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു എളുപ്പമുള്ള മാർഗ്ഗമാണ്, ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് വരെ ട്രൈ ചെയ്യാം. ഒറ്റയ്ക്കും ട്രൈ ചെയ്യരുത്, മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ വയറുകൾ കട്ടായി പോകാറുണ്ട്. അതായത് കോഡ് വയറുകൾ, അയൺ ബോക്സിൻ്റെ ആണെങ്കിൽ കോഡ് വയറുകൾ, അതേപോലെയുള്ള എല്ലാത്തിൻ്റെയും തന്നെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു വയർ ഇതുപോലെ കട്ടായി പോകുമ്പോൾ നമ്മളത് ജോയിൻ ചെയ്യുന്ന രീതി നമ്മളെങ്ങനെയാണ് സാധാരണ ജോയിൻ ചെയ്യുക? ഇതേപോലെ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇൻസുലേഷൻ ആദ്യം മാറ്റും. തുടർന്ന് ഇത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ പിരിക്കും. ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ഇൻസുലേഷനൊക്കെ അടിക്കും. ഇതൊക്കെ ചുറ്റി പൂക്കുറ്റി പോലെയൊക്കെ വെച്ച് ഇതേപോലെയൊക്കെ
പിന്നെയും നമ്മളത് കിട്ടും. ഇത് എന്തെങ്കിലും രീതിയിൽ ഇതിൽ ഒരു ബലപ്രയോഗം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വിട്ടുപോകാൻ സാധ്യതകൾ ഏറെയാണ്. അതിന് സാധാരണ ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ വയർമാൻ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ജോയിൻ്റ് രീതി ഏതാണെന്ന് വെച്ചാൽ ഞാൻ അത് ആദ്യം കാണിച്ചു തരാം. ഇതേപോലെ തന്നെ എടുക്കും. ശ്രദ്ധിച്ച് നോക്കി വേണം. അത് നമ്മൾ ഈ രീതിയിൽ ക്രോസ് ചെയ്ത് ഈ എതിരെ വന്ന ഇത് ഒരെൻഡ് ഇവിടെ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം മറ്റേ എൻഡ് ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് കറക്റ്റായി ഇൻസുലേറ്റ് ചെയ്തെടുക്കലാണ് സാധാരണ പ്രൊഫഷണൽ ആയ ജോയിൻറ്റ്. ഇതാണ് സാധാരണ വയർമാൻ ഇവരൊക്കെ ചെയ്യുക. ഈ ജോയിൻ്റ് ആണെങ്കിൽ തന്നെയും ഇത് ഊരിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചത്. ഒരു ടിപ്പ്, ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ക്ലോസ് വെക്കുന്നു. ആദ്യം ഒരൊറ്റ പിരിവിരിക്കുന്നു. അതിനുശേഷം നേരെ നമ്മൾ ഒരൊറ്റ പിരിവ് വിരിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഈ എൻഡ് ഈ സൈഡിലേക്കും അതേപോലെ ഈ എൻഡ് ഈ സൈഡിലേക്കുമായി നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിൽ റോൾ ചെയ്തെടുക്കുന്നു. റോൾ ചെയ്തതിന് ശേഷം നല്ലപോലെ ഇൻസുലേഷൻ ചുറ്റി ഭദ്രമാക്കിയെടുക്കുന്നു. ഇതൊരു ജോയിൻ്റ് രീതി. ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ ബലവത്തായ ഒരു രീതിയും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. കറക്റ്റായി ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് എടുത്താൽ മതി. അതുപോലെ രണ്ട് വയറുകൾ കട്ടാക്കി 2 വയറുകൾ ന്യൂട്രലും ബേസും ഇതുപോലെ പോകുന്ന ജോയിൻറ്റുകളാണെങ്കിൽ നമ്മൾ ഒരു ജോയിൻ്റ് ഇവിടെ അടിച്ചതിന് ശേഷം, അതായത് ഇങ്ങനെയാണെങ്കിൽ ഒരു ജോയിൻ്റ് ഇവിടെ അടിച്ചതിന് ശേഷം അടുത്ത ജോയിൻ്റ് മേലെ വരാൻ പാകത്തിന്, ന്യൂട്രലിലുള്ള ജോയിൻ്റ് മേലെ, ബേസിലുള്ള ജോയിൻ്റ് അടിയിലും, അല്ലെങ്കിൽ രണ്ടും അകലത്തിൽ നിൽക്കാവുന്ന രീതിയിൽ ജോയിൻ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. 2 വയറുകൾ തമ്മിൽ, അതായത് അയൺ ബോക്സിൻ്റെയോ അതുപോലെ കോഡുകളോ ജോയിൻ്റ് അടിക്കുന്നെങ്കിൽ ആ രീതിയിൽ കുറച്ച് നീളത്തിൽ വയർ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അകലത്തിൽ ഇത് ചെയ്യും. ഈ ജോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ സ്ട്രോങ് ആണ്. ഇത് നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ മടക്കുന്നു. അതിനുശേഷം ഇത് താഴേക്ക് ഇതുപോലെ മടക്കുന്നു. രണ്ടും നമ്മൾ അതേപോലെ മടക്കിയെടുക്കുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, ഇലക്ട്രീഷ്യന്മാർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വയറിനുള്ളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് മറ്റേതിൻ്റെ കൂടെ എടുക്കുന്നു. ഇത് ഇവിടെ വരുന്ന പക്ഷം അതിൻ്റെ മറ്റേ വയറിൻ്റെ അഗ്രം നമ്മളിപ്പോൾ മറച്ച് ഇട്ട ആ വയറിൽ വെക്കണം. അത് ഈ രീതിയിൽ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു നോട്ട് നമുക്കിവിടെ സെറ്റായി കിട്ടും. ഒരു റീഫ് നോട്ടാണത്. റീഫ് നോട്ട് നമുക്കിവിടെ കിട്ടും. ഇതിങ്ങനെ ഇടണമെന്നില്ല, അത് സാധാരണ റീഫ് നോട്ട് ഒരു കെട്ടിട്ടാലും മതി. ഇങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഇതാക്കിയത്. അതിനുശേഷം ഇത് 2 തലയ്ക്കും ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ടേപ്പ് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത് പിന്നെ ഒരു കാലത്തും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പിന്നാണിത്. 2 പിന്ന് നമ്മുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത്
പിന്നല്ല, ഇത് സോക്കറ്റാണ്. എങ്കിൽ തന്നെ ഇത് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വയർ കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാലും ഒന്ന് വലിയോ ഇത് തട്ടുകയോ വലിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് കണക്ഷൻ ഊരി വരാനും ഷോർട്ടാകാനും ഉള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അങ്ങനെ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നോട്ടിട്ട് ഇതിൽ നിർത്തേണ്ട കാര്യമുണ്ട്. ഇത് കെട്ടിട്ട് കഴിഞ്ഞാൽ അത് നിൽക്കും. അതിനൊരു എളുപ്പവും ഇച്ചിരി ഭംഗിയുള്ളതുമായ ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ വയറാണ് നമ്മൾ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയറിൽ നമ്മൾ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇതേപോലെ വെക്കുക. അതിന് ശേഷം നമ്മുടെ വലത്തെ കൈയിലെ റോള് ഇടത്തെ കൈയിലെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ഈ എൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഒരു കെട്ടിട്ടാലും മതി, ഒരു പ്രൊഫഷണലിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നത് മാത്രം. അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ആ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടോ വലിയോ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ ഡിസ്കണക്റ്റ് ആവില്ല. മാത്രമല്ല ഇത് ഷോർട്ടായാലും അപകടങ്ങളും കുറയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കണക്ട് ചെയ്ത് സാധാരണ ട്യൂബിനെ കണക്ട് ചെയ്ത് തരാം. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇതുപോലെ നോട്ട് ഇവിടെ വരത്തക്ക വിധം ഇത് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. കണക്ട് ചെയ്തു. ഇനി നമുക്കൊരു കാരണവശാലും ഈ വയർ ഇതുപോലെ വലിയൂല. അങ്ങനെ ഒരു നോട്ട് ഇട്ടാൽ മതി. ഇതേ നോട്ട് നമുക്ക് ഒരു ഹോൾഡറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഹോൾഡറിൽ ഇതുപോലെ നമുക്ക് ആ ഒരു മെത്തേഡ് കൈകാര്യം ചെയ്യാം. അതുപോലെ ആദ്യം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഇടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തേക്ക് നമ്മളൊരു റൗണ്ട് എടുക്കുന്നു. അതേപോലെ ഇപ്പുറത്തെ വയർ അതേപോലെ പുറത്തേക്ക് ഇടുന്നു. അതിനുശേഷം ഇടത്തെ കൈയിലെ റോള് നമ്മൾ വലത്തെ കൈയിലെ റോളിലേക്ക് കയറ്റുന്നു. ഇടത്തെ കൈയിലെ വയറിൻ്റെ എൻഡ് വലത്തെ കൈയിലെ റൗണ്ടിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നോട്ട് അവിടെയും കിട്ടി. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്നു. സാധാരണ പോലെ നമ്മൾ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്താൽ ഇതിൽ
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ ഓരോ പ്രത്യേകിച്ച് ആരോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ നോട്ട് ഇടുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നല്ല വെയിറ്റ് ഉള്ള ഒരു ബൾബ് തന്നെ ഘടിപ്പിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ വലിയോ ചെയ്താലും ഇത് വലിഞ്ഞു പോകാനോ ഉള്ള സാധ്യതയില്ല. ഇനിയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള ഒരു ഹോൾഡർ അല്ലെങ്കിൽ ഒരു ട്യൂബിന് കണക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ വയർ ജോയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള ഈ ടെസ്റ്റർ ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് രീതിയിലൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും, അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്ന നിറത്തിലാണുള്ളതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് അത് ചാരനിറത്തിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യും. അതിനാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവരും തന്നെ എന്തൊക്കെയാണെങ്കിലും അത് ഉപകാരപ്പെട്ടാൽ ആ രീതിയിലാണെങ്കിൽ, ഉപകാരപ്പെട്ടില്ലെങ്കിൽ ആ രീതിയിലാണെങ്കിലും നിങ്ങൾ കമൻറ്റുകൾ എഴുതുക. അതേപോലെ ഇതേപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.